ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷൻ. നമ്മുടെ 9th ചാപ്റ്റർ ആണ് എന്ത്? ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ ഗ്രാവിറ്റേഷൻ? അഥവാ ഗ്രാവിറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? സോ വാട്ട് ഇസ് ഗ്രാവിറ്റി ആക്ച്വലി? നമുക്കറിയാം നമ്മുടെ ഓരോ ഒബ്ജക്റ്റുകൾക്കും ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. സോ വാട്ട് ഇസ് ആക്ച്വലി ഗ്രാവിറ്റേഷൻ? അപ്പൊ നമ്മൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് വാട്ട് ഇസ് ഗ്രാവിറ്റി, എന്തുകൊണ്ടാണ് ഈ ഗ്രാവിറ്റി എങ്ങനെയാണ് ഉണ്ടാകുന്നത്, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോവാണ്. ഓക്കെ, റെഡി? സോ വാട്ട് ഈസ് ഗ്രാവിറ്റേഷൻ? എങ്ങനെയാണ് ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ടേം നമുക്ക് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടെന്നും എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ അറിയും നമുക്ക് നോക്കാം. ഓക്കെ, സി യു ക്യാൻ സീ a picture here അല്ലെ? നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ ഈ ദേഹത്തെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടിയിരിക്കുന്നു അല്ലെ? ഓക്കെ, സോ ഇതാരാണ്? സർ ഐസക് ന്യൂട്ടൺ അല്ലെ? ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഫിസിസ്റ്റ് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഗ്രാവിറ്റി അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുൻപായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് നമ്മൾ ഗ്രാവിറ്റി എന്നതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ളത് പറയുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടിട്ട് ഇൻട്രൊഡക്ഷൻ ടു ഗ്രാവിറ്റേഷൻ. Okay, we have learned that a force is needed to change the speed or the direction of a motion of an object. അല്ലെ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി നീഡ് എ ഫോഴ്സ് അല്ലെ? നമുക്കൊരു ഫോഴ്സ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് നമുക്ക് അതിന്റെ ഡയറക്ഷൻ മാറ്റണമെങ്കിൽ അവിടെയും നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ഫോഴ്സ് ആവശ്യമുണ്ട് അല്ലെ? സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫോഴ്സ്, ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു സാധനത്തെ നമുക്ക് മോഷനിലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ഫോഴ്സ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഡിറക്ഷൻ മാറ്റണമെങ്കിൽ, പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ ആവശ്യമുണ്ട്? ഫോഴ്സ് ഈസ് നീഡഡ്. Okay, we know that an object dropped from a height falls towards the earth അല്ലെ? നമ്മുടെ മുകളിൽ നിന്ന് ഞാൻ താഴേക്ക് ഒരു പെണ്ണ് താഴേക്ക് ഇടാണെങ്കിൽ എങ്ങോട്ട് പോവും? താഴേക്ക് തന്നെ അത് എന്താകുന്നുണ്ട്? ഡ്രോപ്പ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ? All the planets around the sun, the moon goes around. നമ്മളെല്ലാത്തിനും നമ്മൾ എന്താണ്? ഇവരെ ചുറ്റി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിനുള്ള കാരണം എന്തായിരിക്കും? ഇപ്പൊ ഞാനൊരു പെന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് താഴേക്ക് എന്താണ്? ഫോൾ ചെയ്ത് വീഴുന്നുണ്ട് അല്ലെ? എന്ത് കാര്യങ്ങളാണ് ഞാൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് വീഴുന്നു? നമ്മുടെ സണ്ണിന് ചുറ്റും നമ്മുടെ പ്ലാനറ്റ്സ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു. വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? എന്തായിരിക്കും ഇതിനുള്ള കാരണം? ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. Okay, so the moon goes around the earth അല്ലെ? നമ്മുടെ എർത്തിന് ചുറ്റുമാണ് ആരിതാക്കുന്നത്? മൂൺ. Yes, in all these cases there must be some force acting on the object. നമ്മുടെ ഈ ഒബ്ജക്റ്റുകളിലൊക്കെ ഏതോ ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. The planets and the moon അല്ലെ? ഈ പ്ലാനറ്റിനും മൂണിനും ഇടയ്ക്കായിട്ട് ഏതോ ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. Yes, the planets and the moon. The Isaac Newton grasped that some forces is responsible for all these. നമ്മളിപ്പോ പറഞ്ഞ എല്ലാ കേസുകൾക്കും റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ആ ഫോഴ്സിനെ പറയുന്ന പേരെന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടെന്നും ഈ ഫോഴ്സ് കാരണമാണ് ഒരു ആപ്പിൾ ആണെങ്കിലും ഒരു പെന്നാണെങ്കിലും ഡ്രോപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് വീഴുന്നതെന്നും എല്ലാ പ്ലാനറ്റ്സും റിവോൾവ് ചെയ്യുന്നതും റൊട്ടേറ്റ് ചെയ്യുന്നതും ഈ ഒരു കാരണം കൊണ്ടാണെന്നും എന്നൊക്കെ പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ് ആര്? സർ ഐസക് ന്യൂട്ടൺ. യു ക്യാൻ സീ ഹിയർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അദ്ദേഹമാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അതാണ് ഈ കാര്യങ്ങൾക്കൊക്കെ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന് പറയുന്ന ടേം ഇപ്പൊ നമ്മുടെ കറന്റ് സിറ്റുവേഷൻ അഥവാ കറന്റ് സെനാരിയോയില് നമ്മുടെ സയന്റിഫിക് വേൾഡ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ആക്ച്വലി നോട്ട് ഫോഴ്സ് എന്നാണ്.
അതൊരു ഫോഴ്സ് അല്ല, നമ്മുടെ സ്പേസ് ടൈമിന്റെ ഒരു കർവേച്ചർ ആണ്, ഒരു സ്പേസ് ടൈമിന്റെ കർവേച്ചർ ആണെന്നാണ് ഇന്ന് നമ്മളിപ്പോ അത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെനാറിയോയിൽ ഇതാണ്. പക്ഷെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി എ ഫോഴ്സ് എന്ന രീതിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതൊരു കോൺട്രവേഴ്ഷ്യൽ ആണ്. അപ്പൊ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക. നമ്മുടെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു കാരണമുണ്ട്. ദാറ്റ് ഈസ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫോഴ്സ് ആൻഡ് ഇറ്റ് ഇസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ആരാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോഴ്സിനെ കണ്ടുപിടിച്ചത്? ആരാണ്? സർ ഐസക് ന്യൂട്ടൺ. ആ കാര്യം കൂടെ ഒന്ന് മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? സോ ദിസ് ഇസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് എല്ലാ ഒബ്ജക്റ്റുകളും നമുക്കിപ്പോൾ നടക്കാൻ പറ്റുന്നത്, നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്, നമ്മുടെ റൂമുകളിലുള്ള ടേബിൾ, ചെയർ, ആ കാര്യങ്ങളൊക്കെ റെസ്റ്റിലിരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുന്നത്, ഇതിനൊക്കെയുള്ള റീസൺ എന്താണ്? This gravitational force. So how does gravitational force act? എങ്ങനെയാണ് നമ്മുടെ ഓരോ ഒബ്ജക്റ്റുകളിലേക്കും നമ്മളിലേക്കും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് പ്ലാനറ്റ്സിന്റെ റിവോൾവിന് ഒരു റീസൺ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഹൗ, എങ്ങനെയാണ്? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏർലി ആസ്ട്രോണമി, നമുക്ക് പണ്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവരെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ള ഒരു ഫോഴ്സ് കണ്ടുപിടിക്കുന്നതിന് മുൻപേ ആളുകളുടെ ധാരണ എന്താണെന്നാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആസ് ഫാർ ആസ് we know human always been interested in a motion of an object in sky. നമ്മുടെ ആകാശത്തുള്ള ഓരോ മോഷനെയും മൂവ്മെന്റിനെയും ഭയങ്കര ക്യൂരിയസ് ആയിട്ടായിരുന്നു ആര് ഒബ്സർവ് ചെയ്തിരുന്നത്? നമ്മുടെ ഹ്യൂമൻ റേസ് ഒബ്സർവ് ചെയ്തിരുന്നത്. Not only did early humans navigate by means of the sky, but the motion of object in sky predict the changing of the season. നമ്മുടെ സീസണിനനുസരിച്ച് ആളുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഓരോ സീസണിനനുസരിച്ച് നമ്മുടെ സ്കൈയിൽ പല മാറ്റങ്ങളുമുണ്ട്. സ്കൈയിൽ ഉണ്ടായിരിക്കുന്ന ഓരോ ഒബ്ജക്റ്റുകൾക്കും എന്തുണ്ട്? അവർക്ക് പൊസിഷൻ ചേഞ്ചുകളുണ്ട്, മാറ്റങ്ങളുണ്ടെന്ന് ഹ്യൂമൻസ് എന്താണ് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാൻ തുടങ്ങി. There were many earlier attempts both to describe and explain the motion of stars and the planets in the sky. അപ്പൊ പണ്ട് മുതലേ തന്നെ എന്താണ് ഈ ആളുകള് നമ്മുടെ സ്കൈയെ ഒബ്സർവ് ചെയ്യുകയും ഓരോ പ്ലാനറ്റ്സിന്റെ മൂവ്മെന്റുകളും, ദാറ്റ് മീൻ അവർക്കത് പ്ലാനറ്റ്സ് ആണെന്നുള്ള റെക്കഗ്നിഷൻ ഇല്ല, പക്ഷെ എന്നാലും ആ ഓരോ സ്റ്റാർസിന്റെ മോഷൻ എങ്ങനെയാണ്, ഓരോ മന്തിൽ എങ്ങനെയാണ് അവരുടെ മോഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഹ്യൂമൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ സി എർത്ത് സെന്റേർഡ് യൂണിവേഴ്സ്. അപ്പൊ നമ്മുടെ വളരെ വർഷങ്ങൾക്ക് മുൻപേ ഉള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ദാറ്റ് മീൻ അവർ ബിലീവ് ചെയ്തൊരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് എർത്ത് ഈസ് ദ സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് എർത്ത് എന്നാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻ എർത്ത് ആണ് സെന്ററിൽ ഇരിക്കുന്നത് ആൻഡ് ബാക്കിയുള്ള പ്ലാനറ്റ്സ് എന്ത് ചെയ്യുന്നു? എർത്തിനെ ചുറ്റുന്നു എന്നൊരു കോൺസെപ്റ്റ് ആണ് പണ്ടുള്ള അവർ ബിലീവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എ ജിയോസെൻട്രിക് ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജിയോസെൻട്രിക് മീൻസ് എർത്ത് സെൻട്രിക്, എർത്തിനെ ചുറ്റി എന്നാണ് അർത്ഥം. ഓക്കെ, എ ജിയോസെൻട്രിക് സോളാർ സിസ്റ്റം ഈസ് ഓഫൻ ക്രെഡിറ്റഡ് ടു Ptolemy. Okay, Ptolemy, an Alexandrian Greek scientist ആണ് അദ്ദേഹം. Although the idea is very old, that mean ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എന്ത്? എർത്ത് ആണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്നും എർത്തിനെ വലം വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ പ്ലാനറ്റ്സുകളും ഇങ്ങനെ റിവോൾവ് ചെയ്തെന്നുള്ള കാര്യം ആര് പറഞ്ഞു? ടോളമി പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പണ്ടുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അതല്ല എന്നുള്ള കാര്യം you can see. ഓക്കെ, ഇതാണ് ടോൾമി പറഞ്ഞ സോളാർ സിസ്റ്റം. യു ക്യാൻ സീ. നിങ്ങൾക്ക് ഇവിടെ ഓരോ സിംബൽസും നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സി, ദിസ് ഇസ് സൺ. ഓക്കെ, ഇതെന്ന് പറയുന്നത് സൺ ആണ്. മെർക്കുറി, വീനസ്, എർത്ത്, മൂൺ, മാർസ്, ജൂപ്പിറ്റർ ആൻഡ് സാറ്റേൺ. ഓക്കെ, ലാസ്റ്റ്ലി യു ക്യാൻ സീ
സാറ്റേൺ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ദിസ് ഇസ് ദ സോളാർ സിസ്റ്റം. നമ്മുടെ ഓൾഡ് അല്ലെങ്കിൽ പഴയ കോൺസെപ്റ്റിലുള്ള സോളാർ സിസ്റ്റം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എന്താ നമ്മുടെ ഇപ്പോൾ ഉള്ള സോളാർ സിസ്റ്റവും ഈ കാണുന്ന സോളാർ സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ഒന്നൊന്ന് നോക്കി പറഞ്ഞേ. വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. യു ക്യാൻ സീ ദിസ് ഇസ് എർത്ത്. ഈ സിമ്പിൾ നോക്കിയേ, ഈ സിമ്പിൾ നമുക്ക് എവിടെയാ കാണാൻ പറ്റുന്നത്? ഇറ്റ്സ് എർത്ത് അല്ലെ. എർത്ത് ആണ് എവിടെയുള്ളത്? നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ സെന്ററിൽ ഉള്ളത്. ഓക്കെ, ഈ എർത്തിനെയാണ് ആരാദ്യം നമ്മുടെ ഫസ്റ്റ്ലി നമുക്ക് ഇവിടെ ഉള്ളത് മൂണാണ്. മൂണും നമ്മുടെ ഒരു പ്ലാനറ്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നു. ദ ഫസ്റ്റ് വൺ, നമ്മുടെ ഫസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൂൺ. അവര് കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഫസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത് മൂണാണ്. മൂണിന് നെക്സ്റ്റ് ഓർബിറ്റ് ആയിട്ട് വരുന്ന ആളാണ് ആര്? മെർക്കുറി. ഓക്കെ, ദെൻ തേർഡ് ഓർബിറ്റിൽ നമ്മൾ നോക്കുന്നതാണ് ദാറ്റ് ഇസ് വീനസ്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് സൺ. സൺ ആരെ ചുറ്റുന്നു? എർത്തിനെ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എർത്തിനെ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ് ഓൾഡ് പണ്ട് കാലത്ത് അവര് ബിലീവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻ ദ ഫിഫ്ത് വൺ യു ക്യാൻ സീ മാസ്, ദെൻ വി ക്യാൻ സീ ജൂപ്പിറ്റർ ആൻഡ് ലാസ്റ്റ്ലി സാറ്റേൺ എന്നൊരു പാറ്റേൺ അല്ലെ, ഒരു പാറ്റേൺ രീതിയിലാണ് അവര് ബിലീവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ജിയോസെൻട്രിക്, ഇപ്പൊ ഓൾഡർ വിഷനിൽ അല്ലെങ്കിൽ പണ്ടുള്ള ആളുകളുടെ ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്? ജിയോസെൻട്രിക് സോളാർ സിസ്റ്റം. ഓക്കെ, അപ്പൊ എക്സാമിന് വരുമ്പോ അങ്ങനെ തന്നെ ടേം എഴുതുക. ജിയോസെൻട്രിക് സോളാർ സിസ്റ്റം എന്ന കാര്യമാണ് പണ്ട് ജിയോസെൻട്രിക് സോളാർ സിസ്റ്റം മോഡലാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതായിരുന്നു ഓൾഡർ വേർഷൻ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഈ ഓൾഡർ വേർഷൻ തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് വി ഹാവ് എ റീസൺ അല്ലെ. ഒരു റീസൺ ഉണ്ടെങ്കിലേ ഇപ്പൊ ഉള്ളത് തെറ്റാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ നമുക്ക് ന്യൂട്ടൺ ആണ് ആ കാര്യം നമുക്ക് ഗ്രാവിറ്റി എന്ന് പറയുന്ന ടേമിലൂടെ, അഥവാ ഗ്രാവിറ്റേഷണൽ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടെന്നും അതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. സി നമുക്ക് നോക്കാം, ദ ആപ്പിൾ ആൻഡ് ദ മൂൺ. ദ ആപ്പിൾ ആൻഡ് ദ moon. You can see the apple and you can see the moon here. Okay, so what is the relation between the apple and the moon? നമുക്ക് നോക്കാം. Okay, Sir Isaac Newton realized that the motion of a falling apple, ശ്രദ്ധിക്കുക, the motion of a falling apple and the motion of moon, the motion of a falling apple and the motion of moon were both actually the same motion. ശ്രദ്ധിക്കുക, ഒരു ആപ്പിൾ താഴേക്ക് വീഴുന്നതും ഒരു മൂണിന്റെ മോഷനും സെയിം മോഷൻ എന്നാണ് ആര് പറയുന്നത്? സർ ഐസക് ന്യൂട്ടൺ പറയുന്നത്. കോസ്ഡ് ബൈ ദ സെയിം ഫോഴ്സ്, സെയിം മോഷൻ ആയിരിക്കും, സെയിം ഫോഴ്സ് ആയിരിക്കും, ദാറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത് എന്ന് വെച്ചാൽ, നമ്മുടെ ഭൂമിയിലുള്ള ഒരു വസ്തു, ഭൂമിയിലുള്ള ഏതൊരു വസ്തു താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോ അത് താഴേക്ക് ഏർത്തിലേക്ക് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ, ഏർത്തിന്റെ സെന്ററിലേക്ക് ഏർത്തിലേക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏർത്തിന് പുറത്തുള്ള ഒരു കാര്യമാണ് മൂൺ എന്ന് പറയുന്നത്. മൂണിന്റെ മോഷനും നമ്മുടെ ഏർത്തിലുള്ള ഓരോതിന്റെ മോഷനും എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് സെയിം ബിക്കോസ് ഓഫ് ദിസ് ഫോഴ്സ്. ഏതാണ് ആ ഫോഴ്സ് എന്ന് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് നമ്മുടെ ഈ ഒരു ഏർത്തിലാണെങ്കിലും ചുറ്റിനുള്ള അല്ലെങ്കിൽ ഏർത്തിന് പുറമേയുള്ള നമ്മുടെ ഏതൊരു കാര്യവും മോഷൻ കാരണം എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് ആര് പറഞ്ഞു? സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഗലീലിയോ ആണ് ഓരോ പ്ലാനറ്റ്സിനെ കുറിച്ചും അതുപോലെ ടെലിസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിച്ചതൊക്കെ ആരാണ്? ഗലീലിയോ ആണെന്നുള്ള കാര്യം കൂടെ മെൻഷൻ ചെയ്യാണ്. അതും ഒന്ന് ഓർത്ത് വെക്കുക. Okay, so this is the first Newton's law of gravitation. എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ന്യൂട്ടൺ എന്താണ് ഈ ഗ്രാവിറ്റേഷണൽ ലോയിലൂടെ പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറഞ്ഞു. സോ അതിൽ നിന്നുണ്ടാക്കിയ ലോ ആണ് എന്ത്? ഗ്രാവിറ്റേഷൻ ലോ. ഓക്കെ, the law of gravitation. So what is actually the law of gravitation? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻ നമ്മുടെ ഒബ്ജക്റ്റുകൾ, നമ്മുടെ ഭൂമിയിലുള്ള ഓരോ ഒബ്ജക്റ്റുകൾക്കുള്ള മോഷന് കാരണം ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് പറയുന്നു.
ഏതൊരു മോഷനും, എനി മോഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ നടക്കുന്നു, ഇപ്പൊ ഞാൻ നടക്കുന്നത് ഒരു മോഷൻ ആണ് അല്ലെ ആക്ച്വലി. അതിനുള്ള റീസണും എന്ത് തന്നെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. എന്റെ കയ്യിലുള്ള പെന്ന് താഴേക്ക് വീഴുന്നതിന്റെ റീസൺ ഉണ്ട്, അതും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. റോഡുകളില് നമ്മുടെ ബസ്, കാർ എന്ന് പറഞ്ഞ വെഹിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്, അതിന്റെ റീസണും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇനി എനിവേ നമ്മുടെ കയ്യിലുള്ള ഫോൺ അഥവാ ടേബിൾ, ബെഡ് ഇതൊക്കെ റെസ്റ്റിൽ നിൽക്കുന്നുണ്ട്, അതിനുള്ള റീസണും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ വാട്ട് യു മീൻ ബൈ ആക്ച്വലി ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഇൻസൈഡ് ദ എർത്ത്, അതായത് നമ്മുടെ ഇൻ കേസ് നമ്മുടെ ഔട്ട്സൈഡ് ദ എർത്ത്, പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്കൈ അഥവാ അവിടെയൊക്കെ ഫോഴ്സ് നടക്കുന്നുണ്ട്, ദാറ്റ് ഇസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ എന്താണ്, വാട്ട് ഇസ് ആക്ച്വലി എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓർ വാട്ട് ഇസ് ലോ ഓഫ് ഗ്രാവിറ്റി? ഓക്കെ, അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. സീ, every object in the universe, നമ്മുടെ യൂണിവേഴ്സിലുള്ള every object, even a dust, okay, even ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ പോലും യൂണിവേഴ്സിലുള്ള ഏതൊരു ഒബ്ജക്റ്റും that attract every other object which is proportional. That mean നമ്മുടെ യൂണിവേഴ്സിലുള്ള ഏതൊരു ഒബ്ജക്റ്റും മറ്റു ഒബ്ജക്റ്റുമായിട്ടൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. Okay, even our dust particles also have that attraction എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. which is proportional to product of their masses and inversely proportional to the square of distance distance between them. The forces along the line joining the center of the two bodies. ഈ കാര്യമാണ്, this is known as law of gravitation. സോ എന്താണ് ഈ ലോ ഓഫ് ഗ്രാവിറ്റേഷനിലൂടെ പറയുന്നത്? നമുക്ക് നോക്കാം. യു ക്യാൻ സീ ആ ടു ബോഡീസ് ഹിയർ. ഓക്കെ, ഒരു ബോഡിയാണിത് ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് വൺ. ഓക്കെ, രണ്ട് ബോഡീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ. ഈ രണ്ട് ബോഡീസിൽ ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും അഥവാ മാസ് ഉണ്ടായിരിക്കുമല്ലോ അല്ലെ. രണ്ട് ബോഡിക്കും മാസ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഈ ഫസ്റ്റ് ബോഡിയുടെ മാസ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ആസ് m1 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ബോഡിക്ക് ഉണ്ടാകുന്ന മാസ്. ആൻഡ് ജസ്റ്റ് കൺസിഡർ ദിസ് ഇസ് മൈ സെക്കൻഡ് ബോഡി. ഇതാണ് എന്റെ സെക്കൻഡ് ബോഡി എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആൻഡ് സെക്കൻഡ് ബോഡിക്കും ഒരു മാസ് ഉണ്ടായിരിക്കും അല്ലെ. ആൻഡ് ദിസ് ഇസ് കൺസിഡർഡ് ആസ് m2. ഓക്കെ, m1 ഉം m2 ആണ് ഈ രണ്ട് ബോഡിയുടെ മാസ് എന്ന് പറയുന്നു. ആൻഡ് ഈ രണ്ട് ബോഡീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താ പറയുന്നത്? നമ്മുടെ യൂണിവേഴ്സിലുള്ള ഏതൊരു ഒബ്ജക്റ്റും, ദാറ്റ് ഇസ് ജസ്റ്റ് കൺസിഡർ ദിസ് ഇസ് ആൻ ഒബ്ജക്റ്റ്, ഏതൊരു ഒബ്ജക്റ്റും അവർ തമ്മിൽ എന്തുണ്ട്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് അല്ലെ. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസ്. ഇവരുടെ മാസിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. വാട്ട് യു മീൻ ബൈ പ്രൊഡക്റ്റ്? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ. ഓക്കെ, അപ്പൊ ഈ രണ്ട് മാസ് നമ്മൾ എന്ത് ചെയ്യാ? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? സ്ക്വയർ ഓഫ്. It is inversely proportional square of distance. ഈ ഡിസ്റ്റൻസ് എന്താണ്? ഈ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണ് അല്ലെ. ഇതാണ് നമ്മുടെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ നമുക്കൊന്ന് എഴുതാം. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ദിസ് ഇസ് ദ ഇക്വേഷൻ. F is equal to gm1m2/r². എങ്ങനെ ഈ ഇക്വേഷൻ വന്നു? നമ്മൾ ഇങ്ങനെ കാണാപ്പാഠം പഠിക്കാതെ നമുക്ക് ഇത് എങ്ങനെ വന്നു നമുക്ക് നോക്കാം. സോ വാട്ട് ഇസ് ആക്ച്വലി ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്
ശ്രദ്ധിക്കുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനോട് പ്രപ്പോർഷണൽ ആണ്? എന്തിനോട് പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് റിട്ടൺ F1. എഫ് എന്ന് പറഞ്ഞ ഈ എഫ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? രണ്ട് ഒബ്ജക്റ്റുകളുടെ മാസ്, the product of object, the product of mass of objects. എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ്? ഏതാണ്? മാസ് ഏതാണ്? M1 and M2. പ്രൊഡക്റ്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? M1ന്റെയും M2യും നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് M1 M2. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? Forces inversely proportional എന്ന് പറഞ്ഞു അല്ലെ. What do you mean by inversely proportional? Inversely proportional ഇങ്ങനെയാണ്. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ വേണം നമ്മൾ വരുന്ന ഇത് എഴുതിയിരിക്കുക. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് അല്ലെ, ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ്, അതായത് ഇതാണ് R. ഈ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? R ആണ്. ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് R സ്ക്വയർ. ഈ രണ്ട് കാര്യമാണ് ലോയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ടിലും എഫ് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എഫിന്റെ ഫോഴ്സ് തന്നെയാ പറയുന്നത്. ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മാസുമായിട്ട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. പക്ഷെ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ റേഡിയസ്, ഡിസ്റ്റൻസുമായിട്ട് എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്നുമാണ് നമ്മുടെ ലോ പറയുന്നത്. നമുക്ക് ഈ രണ്ടും കൂടെ ഒരുമിച്ച് എഴുതിയാലോ? ദാറ്റ് ഈസ് എഫ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു M1 M2 by inversely proportional to R square. കിട്ടിയോ? സംശയമൊന്നുമില്ലല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിലാണ് വന്നിരിക്കുന്നത് അല്ലെ. ഈ പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് ഈ ഒരു ഇൻവേഴ്സ് ഡയറക്ട്ലി എന്ന് പറയുന്ന ആ പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് കളയാൻ വേണ്ടി വി ആർ ആഡിങ് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. നമ്മൾ ഈ ഒരു കാര്യം കളയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈക്വൽ ടു സൈൻ നമ്മൾ ആഡ് ചെയ്യും. ആൻഡ് വി ആർ ആഡിങ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. A proportionality constant that is actually G. ഓക്കെ, ഈ G എന്ന് പറയുന്ന ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. ഇതിനെന്താ വിളിക്കുക? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇറ്റ് ഹാവ് എ പെർട്ടിക്കുലർ വാല്യൂ. ഇതിനൊരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. ആൻഡ് നമ്മൾ ഇപ്പോ എന്താണ്? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വെച്ചു, ദാറ്റ് ഇസ് G. ഇറ്റ് ഇസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ആൻഡ് നമുക്ക് ബാക്കിയുള്ളത് എടുത്തെഴുതാലോ. M1 M2 by R square. This is actually the law of gravitation, the equation for the law of gravitation. എന്താ ഇത് പറഞ്ഞിരിക്കുന്നത്? F എന്ന് പറയുന്നത് that's force. This is force. Okay, this is distance. Okay, and this is mass actually. And this is gravitational constant. So what is the equation? F is equal to G M1 M2 by R square. എന്തിനാണ് ഈ രണ്ട് M1 എന്ന് പറയുന്നത്? നമ്മൾ എപ്പോഴും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ എപ്പോഴും പറയുന്നതായിരിക്കും രണ്ട് ഒബ്ജക്റ്റുകളെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും. രണ്ട് ഒബ്ജക്റ്റുകളെ കൺസിഡർ ചെയ്തിട്ട് അവരുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്ര എന്ന രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് രണ്ട് M അഥവാ രണ്ട് മാസുകൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് M1 M2 ഫസ്റ്റ് ഒബ്ജക്റ്റിന്റെ മാസ് ആൻഡ് M2 എന്ന് പറയുന്നത് സെക്കൻഡ് ഒബ്ജക്റ്റിന്റെ മാസ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. യു ഗോട്ട് ഇറ്റ്? ആൻഡ് G മറന്നു പോവേ, ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. സോ F is equal to G M1 M2 by R square. This is the equation for the law of gravitation. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. G M1 M2 by R square. You got it?
ഓക്കെ, അപ്പൊ ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ എങ്ങനെയായിരിക്കും? ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. നിങ്ങൾ കണ്ടല്ലോ, ആരോ കണ്ടല്ലോ, ഇൻ ബിറ്റ്വീൻ ആയിരിക്കും അവരുടെ അട്രാക്ഷൻ ഉണ്ടാവുക. അത് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കുക ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും. You got it? So this is the Newton's law of gravitation. നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സെക്ഷൻ ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ യൂണിവേഴ്സില് ഏതൊരു കാര്യം, ഏതൊരു മോഷനുള്ള റീസൺ എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഈസ് ഗ്രാവിറ്റി അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, യൂണിവേഴ്സ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഈവൻ ഇൻക്ലൂഡിങ് അവർ എർത്തിലുള്ള ഏതൊരു മോഷന്റെ റീസണും ഇത് തന്നെയാണ്. ഓക്കെ, സോ ഹൗ ഗ്രാവിറ്റേഷൻ, നമ്മൾ ഇൻസൈഡ് ദ എർത്ത്, നമ്മുടെ എർത്തിനുള്ളിൽ എങ്ങനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യുക? ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. ദാറ്റ് മീൻ നമ്മുടെ എർത്തില് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നതാണ് ഡൗൺവേർഡ് ഫോഴ്സ്. ദാറ്റ് മീൻ ഞാനൊരു കല്ല് മുകളിലോട്ട് എറിയുകയാണെങ്കിൽ അത് എപ്പോഴും എന്ത് ചെയ്യും? തിരിച്ച് താഴേക്ക് തന്നെ ഫോളോ ചെയ്യുന്നു, ആണല്ലോ. ഒരു കോക്കനട്ട് ട്രീയിൽ നിന്ന് കോക്കനട്ട് ഓട്ടോമാറ്റിക്കലി താഴേക്ക് വീഴുന്നു. ഓക്കെ, നമ്മുടെ ഒരു വെള്ളം, വാട്ടർഫോൾ നമുക്ക് എന്തുകൊണ്ട് മുകളിലോട്ട് പോയിക്കൂടാ? ഈവൻ വാട്ടർഫോൾ വരെ എന്താണ്? താഴേക്കാണ് പോകുന്നത്. ദാറ്റ് മീൻ ഗ്രാവിറ്റേഷൻ, നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഏതൊരു ഒബ്ജക്റ്റിനെയും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എർത്ത് ഹാവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ അത് കാരണം എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എർത്തിന് മുകളിൽ നിൽക്കുന്ന ഏതൊരു വസ്തുവിനെയും ഏതൊരു ഒബ്ജക്റ്റിനെയും അവർ അട്രാക്ട് ചെയ്ത് താഴേക്ക് വലിക്കുക. ദാറ്റ് മീൻ ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇസ് എ ഡൗൺവേർഡ് ഫോഴ്സ് എന്നുള്ള കാര്യം ആലോചിക്കുക. നിങ്ങളൊരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഐ എം ഗിവിംഗ് യു എ സിറ്റുവേഷൻ. നിങ്ങളൊരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ബെഞ്ചിൽ ഇരിക്കാൻ യു ആർ ഇൻ എ റെസ്റ്റ്, അല്ലെ? യു ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആക്ച്വലി. സോ ആ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? യെസ്. അത് ഏത് ഫോഴ്സ് ആണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ ബെഞ്ചിന്റെ മുകളിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറന്നു പോകും. ഓക്കെ, ഇനി നമ്മളിപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓരോ പ്ലാനറ്റ്സിലും ഡിഫറെന്റ് ആണ്. നമ്മളിത് ലേറ്റർ പഠിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. സോ നെക്സ്റ്റ്, the universal gravitation. See, Newton's concluded that, that means Sir Isaac Newton concluded that gravitational force is very important ആണ്. നിങ്ങൾ very important ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. What is the gravitational force is directly proportional to the gravitational force is directly proportional to masses of both objects. നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് ഒബ്ജക്റ്റുകളുടെ മാസസിന് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ്. ആ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ കൂടി ആയിരിക്കും. യു ആർ ക്ലിയർ? ഈ കാര്യമാണ് എന്ത്? ദ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. Okay, next, the law of universal gravitation equation ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. That is, in simple, Newton's law of universal gravitation is minus F grav is equal to G. That mean, നോക്കുക, okay, F is equal to, നമ്മൾ എന്താണ്? F is equal to, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഈ ഗ്രാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ജസ്റ്റ് ചുമ്മാ എഫ് എന്ന് എഴുതിയാലും നമുക്കത് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ദാറ്റ് ഈസ് എഫ് ജി എന്നുള്ളത് കാണിക്കുന്നത് ഇസ് ഈക്വൽ ടു ജി m1 m2 by r സ്ക്വയർ. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ, അല്ലെ? ബട്ട് ചില ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇങ്ങനെയും കാണാൻ സാധിക്കും. നോക്കുക, ദാറ്റ് ഈസ് എഫ് ഗ്രാവ് ഇസ് ഈക്വൽ ടു ജി capital letter M small letter m by r square. അപ്പൊ ഇത് കാണുമ്പോ മനസ്സിലാക്കുക എന്താ ഇത് കൺസിഡർ ചെയ്യുന്നത്? F grav എന്ന് പറയുന്നത്, that is gravitational force is equal to G. What is G actually? Gravitational constant. അതിന്റെ particular value ഉണ്ട്. And this is M. Capital M means the first object and small letter m represent the second object divided by r square.
ഓക്കെ, രണ്ട് ഇക്വേഷനും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ഇവിടെ രണ്ട് സ്മോൾ ലെറ്റർ ആണ്, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എന്ന രീതിയിൽ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയെന്ന് മാത്രം, കൺഫ്യൂഷൻ ഒന്നും വരരുത്. Okay, and the value of G, what is G actually? The gravitational constant or the constant of proportionality എന്ന രീതിയിലും പറയാറുണ്ട്. So its value is 6.67. The value of G is equal to 6.67. 6.67 into 10 raised to minus 11. 10 raised to, that is very much small. വളരെ ചെറിയ വാല്യൂ ആണ്. Okay, very much small, that is equal to Newton meter square by kilogram square. Okay, Newton meter square per kilogram square. Okay, യൂണിറ്റുകളൊന്നും മറന്നു പോവരുത്. So the value of G is equal, ഇപ്പൊ തന്നെ പഠിക്കുക, 6.67 into 10 raised to minus 11. ഒരു മൈനസ് മാറിപ്പോയാൽ വലിയ വ്യത്യാസം ഉണ്ടാകും. -11 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി സ്മോൾ ഫോഴ്സ്, വളരെ ചെറിയ വാല്യൂ ആണെന്നും ആ ഒരു വാല്യൂ ആണ് നമ്മൾ ഈ ഫോഴ്സിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, വളരെ ചെറിയ വാല്യൂ ആണ് -11 എന്ന് പറയുന്നത്. ബട്ട് +11 എന്ന് പറയുന്നത് ഹ്യൂജ് വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്, ഒരു മൈനസിന് വലിയ അർത്ഥങ്ങളുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അതൊന്ന് പഠിച്ചു വെക്കുക, വെരി ഇമ്പോർട്ടന്റ് വൺ. ഓക്കെ, സോ ദിസ് ഇസ്, നമ്മളെ പ്രോബ്ലംസ് വരുമ്പോ നിങ്ങൾക്ക് അഥവാ ചില ടൈമിൽ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠിച്ച് വെക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ദ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്തൊരു പ്രോബ്ലം വരുമ്പോഴും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പ്രോബ്ലത്തിൽ എപ്പോഴും ക്വസ്റ്റ്യൻ വരും. സോ നിങ്ങൾ ഒന്നും അറിയില്ലെങ്കിലും നമ്മൾ ഈ ഒരു ഇത് എഴുതി വെക്കാം. ഓക്കെ, സോ ദിസ് ഇസ് G and the equation. Okay, so what is the importance of the gravitation law or the gravity? ഈ gravity അഥവാ ഈ ലോയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? You can see here. നോക്കുക, what is the importance? The force that binds us to earth, നമ്മളെ earthൽ ഇതേപോലെ ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? This force. ഈ ഫോഴ്സ് കാരണമാണ് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഇവിടെ നടക്കാൻ പറ്റുന്നതിനുള്ള കാരണം എന്താണ്? The gravitational force. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. The second one, the motion of the moon around the earth. നമ്മുടെ ഏർത്തിന് ചുറ്റും നമ്മുടെ മൂണിന്റെ മോഷനിലെ കാരണം എന്താണ്? That is also a gravitation reason for the gravitational force. Then the third one, the motion of the planets around the sun. സണ്ണിന് ചുറ്റും, നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ജിയോ സെൻട്രിക് അല്ല, അതിന് പകരം എന്താണ്? സണ്ണാണ് സെന്റർ ആയിട്ടിരിക്കുന്നത്. സണ്ണിന് ചുറ്റുമാണ് ഓരോ പ്ലാനറ്റ്സും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള കാരണവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിനുള്ള കാരണവും എന്ത് തന്നെയാണ്? ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ. ഓരോ ഒബ്ജക്റ്റുകൾക്ക് തമ്മിലും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇവർ റിവോൾവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, then the fourth one, the tides due to the moon and the sun. The tides due to moon and sun. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, വേലിയിറക്കം വേലിക്കയറ്റം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. The tides അല്ലെ, ഈ ടൈഡ്സുകൾക്കുള്ള കാരണം എന്ത് തന്നെയാണ്? ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ച്വലി. സോ ഈ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് നിങ്ങൾ ഈ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇൻവേഴ്സ് സ്ക്വയർ ലോ, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ലോയ്ക്ക് വേറൊരു പേരും പറയാറുണ്ട്. ഇറ്റ്സ് ഇൻവേഴ്സ് സ്ക്വയർ law. Inverse square law. Newton's law of gravitation, the Newton's law of universal gravitation is often called as inverse square law. ഇതെന്ന് പറഞ്ഞ എന്താണ്? ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. സിൻസ് ദ ഫോഴ്സ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആണല്ലോ അല്ലെ. നമ്മുടെ ആറും എഫും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത്. ക്ലിയർ? നമ്മുടെ ഫോഴ്സും നമ്മുടെ ഡിസ്റ്റൻസും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ ഇറ്റ്സ് എ സ്ക്വയർ ഓൾസോ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന്
പറയുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ജസ്റ്റ് കൺസിഡർ, ഞാനൊരു സിറ്റുവേഷൻ തരാണ് നിങ്ങൾക്ക്. രണ്ട് ഒബ്ജക്റ്റുകൾ, ദിസ് ഇസ് എ, ഓക്കെ, ദിസ് ഇസ് ഫസ്റ്റ് സിറ്റുവേഷൻ, ദിസ് ഇസ് ദ ഫസ്റ്റ് ഒബ്ജക്ട്, ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് ഒബ്ജക്ട്. This is the first one and this is the second one. Okay, ഈ രണ്ട് ഒബ്ജക്റ്റുകൾ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് അവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, that is also r. Okay, അപ്പോ ഇവർക്ക് തമ്മിൽ, ഈ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? യെസ്. അങ്ങനെയാണെങ്കിൽ this is my second situation. This is the object. This is another object. First object and this is the second object. Okay, this is R1 and this is R2. Okay, ഇതാണ് നമ്മുടെ രണ്ട് സിറ്റുവേഷൻസ്. രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ട്, രണ്ട് ഒബ്ജക്റ്റുകൾ നമ്മൾ അടുത്ത് വെക്കുന്നു, ആൻഡ് ദിസ് സെക്കൻഡ് സിറ്റുവേഷൻ, രണ്ട് ഒബ്ജക്റ്റുകൾ കുറച്ച് ദൂരെയായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് കേസുകളിൽ ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതൽ ഏത് സിറ്റുവേഷനിലായിരിക്കും? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, ഏത് സിറ്റുവേഷനിലായിരിക്കും നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഈ എഫ് എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലായിരിക്കും കൂടുതൽ? ഏതിലായിരിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ ഇൻവേഴ്സ് സ്ക്വയർ ലോ പ്രകാരം ഏത് സിറ്റുവേഷനിലായിരിക്കും, അഥവാ ഈ ഒരു ഏതിലായിരിക്കും? നമുക്ക് പറയാൻ പറ്റും, ബിക്കോസ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ എഫ് എന്ന് പറയുന്നത് കൂടുക എപ്പോഴാണ്? ഈ രണ്ട് ഒബ്ജക്റ്റുകളും അടുത്ത് നിൽക്കുമ്പോഴാണ്. രണ്ട് ഒബ്ജക്റ്റുകൾ ദാറ്റ് മീൻ നമുക്ക് ഈ നോക്കാൻ പറ്റും, എഫ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആണല്ലോ. ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും, ഒബ്ജക്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും തോറും അവർക്ക് തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അഥവാ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറഞ്ഞു വരും. ഓക്കെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്, ബട്ട് അവരെന്തായിരിക്കും? അത് കുറഞ്ഞു വരും. അപ്പൊ എത്രത്തോളം അടുത്താണ് നമ്മുടെ ഒബ്ജക്റ്റ്, അതിനനുസരിച്ച് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും. അവർ തമ്മിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ അളവ് കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ ഈ സിറ്റുവേഷനിൽ എയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് നമുക്കത് അപ്ലൈ ഉണ്ടായി. അപ്പൊ നോക്കുക, അതിനുള്ള കാരണം എന്താണ്? എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. നമ്മുടെ ഈ ആർ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും മക്കളെ? ഫോഴ്സ് കുറവായിരിക്കും. ഇനി ഫോഴ്സ് നല്ല കൂടുതലാണെങ്കിൽ അപ്പൊ മനസ്സിലാക്കി വെക്കുക, ഇവർ തമ്മിലുള്ള ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലാണെങ്കിൽ അപ്പൊ തന്നെ മനസ്സിലുണ്ടായിരിക്കണം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ദ ഫോഴ്സ് ആൻഡ് ദ ഡിസ്റ്റൻസ്, ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന കാര്യം ഓർത്ത് വെക്കുക. ഫോഴ്സും ഡിസ്റ്റൻസും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്നാൽ ഫോഴ്സും മാസസും എന്താണ്? ദാറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. മാസ് കൂടും തോറും, നമ്മുടെ ഒബ്ജക്റ്റിന്റെ മാസ് കൂടും തോറും അവിടെ ഇൻ ബിറ്റ്വീനുള്ള ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ദിസ് ഇസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഈ ഇൻവേഴ്സ് സ്ക്വയർ ലോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ ഫസ്റ്റ് സെക്ഷൻ. സോ വാട്ട് ഈസ് ഗ്രാവിറ്റേഷൻ അഥവാ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ സ്റ്റേ ട്യൂൺഡ്.